ഹലോ ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഇവയുടെ ഭൂരിഭാഗം നിർമ്മാണത്തിലും തേക്കിൻ്റെ തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഈ മെയിൻ ഡോർ ഉൾപ്പെടെ ഈ കാണുന്ന പാൻഡിങ് എല്ലാം തേക്ക് തന്നെയാണ് കേട്ടോ. മുൻവശത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ്, ഗ്രിപ്പുള്ള ടൈപ്പ് ഗ്രാനൈറ്റ് ആണ്. ഇനി നമുക്കിതിൻ്റെ ലീവിങ് ഏരിയ ആണ്. ലീവിങ് ഏരിയ വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലിവിങ് ഏരിയയിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ വലത്തെ ഭാഗത്തായിട്ട് ഇതിന് പൂജാമുറിയില്ല, അതിന് പകരമായിട്ട് സൗകര്യങ്ങൾ കൂടുതൽ വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് വിളക്കുകളൊക്കെ വയ്ക്കാൻ പാകത്തിന് വലത്തെ സൈഡിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ലിവിങ് ഏരിയയുടെ ഭാഗം തന്നെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും തമ്മിൽ തിരിച്ചിരിക്കുന്നത് ഈ ഒരു പർഗോള ഉപയോഗിച്ചിട്ടാണ്. ഈ പർഗോള നിർമ്മിച്ചേക്കുന്നത് ഇത് മറൈൻ പ്ലൈവുഡിൽ മൈക്ക് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇടത്തെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ഫാമിലി ലീവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഒരു വിൻഡോ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാണുന്ന ഫർണിച്ചർ ഇത് ശരിക്കും ഇതിൻ്റെ നിർമ്മാണ കമ്പനിയായിട്ടുള്ള എബനൈസറിൻ്റെ സ്വന്തം പ്രൊഡക്റ്റുകൾ തന്നെയാണ്. ഇതിൻ്റെ വലത്തെ ഭാഗത്തായിട്ടാണ് ടി വിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഭാഗം സെറ്റ് ചെയ്തിരിക്കുന്നത്. ജിപ്സം സീലിങ്ങിനകത്ത് 6 വാട്ടിൻ്റെ LED പാനൽ ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ടൈലുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 800x800 വെട്രിഫൈഡ് ടൈലുകളാണ് ഈ ലീവിങ് ഏരിയയിലും അതുപോലെ തന്നെ ഡൈനിങ് ഹാളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് 5 മാസ്റ്റർ ബെഡ്റൂം ഉൾപ്പെടെ 5 ബെഡ്റൂമുകളാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. നമ്മൾ ലീവിങ് ഏരിയയിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ വലത്തെ സൈഡിലായിട്ട് ഒരു ബെഡ്റൂമുണ്ട്, കാണിച്ചു തരാം. ഈ ബെഡ്റൂം 16x13 സൈസിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വലത്തെ ഭാഗത്തായിട്ട് ഒരു സിംഗിൾ ഡോർ വിൻഡോയും അതുപോലെ തന്നെ ഒരു ഡബിൾ ഡോർ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. പിന്നെ സിമ്പിളായിട്ട് ഇതിൻ്റെ ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ 6 വാട്ടിൻ്റെ പാനൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇടത്തെ സൈഡിലേക്ക് വരുമ്പോഴത്തേനാണ് ഇവിടെയാണ് ഇതിൻ്റെ ഡ്രസ്സിങ് ഏരിയ വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാത്റൂം 8.5 സൈസിലുള്ള ബാത്റൂമാണ്. ഇനി ഇതിൻ്റെ ഡൈനിങ് ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ഡൈനിങ് ഏരിയയുടെ ഇടത്തെ ഭാഗത്തായിട്ട് ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഡൈനിങ് ഏരിയയിൽ തന്നെ ഇതിൻ്റെ UPS സിസ്റ്റമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗമാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഡൈനിങ് ഏരിയയുടെ ഇടത്തെ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേനും ഇടത്തെ ഭാഗത്തായിട്ട് 3 ഡോറിൻ്റെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലത്തെ ഭാഗത്തായിട്ടൊരു കബോർഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ റൂമിനും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള സീലിംഗ് ഡിസൈനാണ് ഓരോ റൂമിലും കൊടുത്തിരിക്കുന്നത്. ഈ മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെ വലത്തെ ഭാഗത്തായിട്ട് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടൊരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ബാത്റൂമും വലത്തെ ഭാഗത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാട്ടോ ഈ വീടിൻ്റെ ഉടമസ്ഥ ശാന്തമ്മ ചേച്ചി. വീട്ടമ്മ എന്ന നിലയിൽ ഞാൻ അടുക്കളയെ പറ്റിയാണല്ലോ പറയട്ടെ. എന്താണേലും ഇപ്പോഴത്തെ മോഡൽ കിച്ചൺ എന്ന് പറയുന്ന പോലെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു കിച്ചണാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അവിടെ വെച്ചത് പിന്നെ ഇത് ഗ്യാസ് ഉള്ളതാണ്, LPG ഗ്യാസ് ഇരിക്കുന്ന അടുക്കളയാണ്. ഇനി വിറക് കത്തിക്കാനുള്ള അടുക്കള അവിടെയുണ്ട്. പിന്നെ ഈ കിച്ചണിൽ തന്നെ വാഷ് ചെയ്യാനും പാചകം ചെയ്ത എല്ലാ സാധനങ്ങളും നല്ല ഇതായി വെക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനൊത്തൊരു കിച്ചണാണ്. പിന്നെ ഈ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിറക് കത്തിക്കണമെങ്കിൽ പണ്ടത്തെ മോഡലിൽ നമുക്ക് വിറക് കത്തിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാകുവാണ്. വിറക് കത്തിക്കേണ്ട കിച്ചണാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വർക്ക് ഏരിയ ഉണ്ട്. പുറത്ത് ഒരു ടോയ്ലറ്റ് കൂടെ ഉണ്ട്. വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ ടോയ്ലറ്റ് ഉണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് കയറിപ്പോൾ അവിടെ 3 ബെഡ്റൂമുകളാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ സ്റ്റെയറിൽ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം ഗ്രിപ്പുള്ള ടൈപ്പ് ടൈലുകളാട്ടോ. മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു വലിയൊരു ഹാളുണ്ട്. ഇവിടെ താഴത്തെ പോലെ തന്നെ ഹാളിൽ നമ്മൾ ജിപ്സം സീൽ ചെയ്തിട്ടുണ്ട്. അതിൽ സ്ട്രിപ്പ് ലൈറ്റും പാനൽ ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഹാളിൻ്റെ ഇടത്തെ ഭാഗത്തായിട്ട് ആണ് ആദ്യത്തെ ബെഡ്റൂം. ഇവിടെ 3 ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഓരോ ബെഡ്റൂമും ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. കബോർഡ് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഈ ബെഡ്റൂമിൽ നമ്മൾ ഡ്രസ്സിങ് റൂമിന് വേണ്ടിയിട്ട് പ്രത്യേക ഏരിയ ആയിട്ട് തിരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഹാളിലേക്ക് പ്രകാശം നല്ല രീതിക്ക് ലഭ്യമാകുന്ന രീതി അനുസരിച്ചിട്ടാണ് പർഗോളയും അതുപോലെ തന്നെ പർഗോളയ്ക്ക് മുകളിലായിട്ട് ഒരു പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോയും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പർഗോളയിലും അതുപോലെ ഈ ഡോറയിലും ആർട്ട് വർക്ക് ചെയ്ത ഗ്ലാസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പർഗോളയ്ക്കകത്ത് LED ലൈറ്റിൻ്റെ സർവസ് മൗണ്ട് പല നിറത്തിലുള്ള ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇത് പകലത്തെ കഴിഞ്ഞ് കൂടുതൽ ഭംഗി തോന്നിക്കുന്നത് രാത്രികാലങ്ങളിൽ തന്നെയായിരിക്കും. ഇനി ഇതിൻ്റെ ബാൽക്കണി ഇരുന്നിട്ടുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. ശരിക്കും ഇടുക്കിയുടെ ഒരു കാലാവസ്ഥയുടെ പ്രത്യേകത അനുസരിച്ച് 3 മണി കഴിയുമ്പോഴത്തേന് നന്നായിട്ട് മഞ്ഞിറങ്ങി തുടങ്ങും. ഇതിൻ്റെ ചുറ്റും മലകളാണ് കേട്ടോ. ഇതുണ്ടോ,
ദേ മേളിൽ അങ്ങോട്ട് നോക്കി അവിടെ കണ്ടോ മലകൾ ഒരു ദൂരം ഇല്ല കേട്ടോ. ഇതിൻ്റെ അകത്തോടെ കാണുമ്പോഴത്തേനും കുറച്ച് ദൂരമായിട്ട് തോന്നിക്കുന്നതാണ്. അതിസുന്ദരമാണ് റോഡ് സൈഡിലെ കാഴ്ചയും. ഇനി തൊട്ടപ്പുറത്തൊരു പുഴ ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ ആ മഞ്ഞൊക്കെ ഇറങ്ങി വരുന്നത് കാണാൻ വേണ്ടി തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഞങ്ങൾ ഇനി മറ്റൊരു സ്ഥലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.